ഹലോ നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PVS പവലിയൻ. ക്രിക്കറ്റ് മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലായിട്ട്. ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ക്രിക്കറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലും നടക്കുന്നുണ്ട്. ഓക്കെ, ഇന്ന് മൂന്നാം ഏകദിനം ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്കയായിട്ടുമുള്ള മൂന്നാമത്തെ ഏകദിനം, അവസാനത്തെ ഏകദിനം ഇന്ന് വിശാഖപട്ടണം എന്ന നല്ല ഒരു വാസ്റ്റ് ഹ്യൂജ് ഗ്രൗണ്ടിൽ വെച്ച് നടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഓസ്ട്രേലിയ ഗബ്ബ ബ്രിസ്ബെയിനിൽ ആഷസ് സീരീസിൻ്റെ രണ്ടാമത്തെ ടെസ്റ്റ് മാച്ച് നടക്കുന്നുണ്ട്. അതിൻ്റെ മൂന്നാമത്തെ ദിവസമായി ഇന്ന് ഓസ്ട്രേലിയ 511 റൺസാണ് എടുത്തിരിക്കുന്നത്. ഇംഗ്ലണ്ട് ഫസ്റ്റ് ഇന്നിങ്സ് 334 ഓൾ ഔട്ടായിരുന്നു. അപ്പോൾ ഇവരുടെ അത്യാവശ്യം നല്ലൊരു ലീഡാണ് ഓസ്ട്രേലിയ ഉണ്ടാക്കിയത്. ഇംഗ്ലണ്ട് സെക്കൻഡ് ഇന്നിങ്സിൽ 134 for 6 ആണ്, 6 വിക്കറ്റ് പോയി. ഓക്കെ, അപ്പോൾ ഇനിയെന്ന് പറഞ്ഞാൽ സ്റ്റിൽ 43 റൺസ് ബിഹൈൻഡാണ് ഇംഗ്ലണ്ട്. ഇപ്പം നാളെ ഇംഗ്ലണ്ടിനെ ഓൾ ഔട്ട് ചെയ്യുകയാണ്, 43 റൺസിൻ്റെ ഉള്ളിൽ ഓൾ ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഇന്നിങ്സ് വിജയമായിരിക്കും ഓസ്ട്രേലിയക്ക്. അതർവൈസ് പിന്നെ അവരെത്ര പിടിച്ചിരിക്കുന്നു, എത്ര ലീഡ് ഉണ്ടാക്കുന്നു, അതിനനുസരിച്ച് തേർഡ് ഡേ ഇവിടെ 2 ദിവസം ബാക്കിയുണ്ട് കളി. ഓക്കെ, തോ മോസ്റ്റ് പ്രോബബിളി ക്രിക്കറ്റിംഗ് സെൻസ് പറയുന്നത് ഫോർ ഓസ്ട്രേലിയ ഇറ്റ് ഈസ് എ വാക്ക് ഇൻ ദി പാർക്ക്. ഈസിലി അവർ ജയിക്കും, ഓസ്ട്രേലിയ ജയിക്കാൻ പോവുകയാണ് ഈ കളി. ഓക്കെ, അതായത് ആഷസ് സീരീസിലെ രണ്ടാം ടെസ്റ്റ്. ആദ്യ ടെസ്റ്റ് ഓൾറെഡി ഓസ്ട്രേലിയ ജയിച്ചിരിക്കുകയാണ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് മാച്ച് ഞാൻ നേരത്തെ പ്രതിപാദിച്ചിരുന്നു. വെസ്റ്റ് ഇൻഡീസ് ന്യൂസിലാൻഡ് ക്രൈസ്റ്റ് ചർച്ചിൽ നടക്കുന്ന മാച്ചിൽ ഇന്ന് ലാസ്റ്റ് ഡേ ആയിരുന്നു, അതായത് 5th ഡേ ആയിരുന്നു. അപ്പോൾ ന്യൂസിലാൻഡ് നല്ലൊരു ഡോമിനേറ്റിംഗ് പൊസിഷനിലായിരുന്നു. അതായത് വെസ്റ്റ് ഇൻഡീസ് ഫസ്റ്റ് ഇന്നിങ്സിൽ 167 റൺസിന് ഓൾ ഔട്ടായി. ബട്ട് ന്യൂസിലാൻഡ് വന്നിട്ട് നല്ലൊരു സ്കോർ എടുത്തിട്ട് പിന്നെ 531 റൺസിൻ്റെ ടാർഗറ്റ് കൊടുത്തിരിക്കുകയായിരുന്നു. ന്യൂസിലാൻഡ് ഫസ്റ്റ് ഇന്നിങ്സിൽ 231 സെക്കൻഡ് ഇന്നിങ്സിൽ 466 for 8 ഡിക്ലെയർഡാണ്. അപ്പോൾ ടോട്ടൽ ഒരു 530 റൺസ് ഉണ്ടാക്കി. അപ്പോൾ ഇവർക്ക് അതായത് 531 റൺസിൻ്റെ ഒരു ടാർഗറ്റ് കൊടുത്തിരിക്കുകയായിരുന്നു. ആർക്ക്? വെസ്റ്റ് ഇൻഡീസിന്. അപ്പോൾ വെസ്റ്റ് ഇൻഡീസ് നോർമൽ ഗതിയിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു ബാറ്റിംഗ് ഫോമൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊരിക്കലും കിട്ടത്തില്ല, മിക്കവാറും ഓൾ ഔട്ട് ആവുന്ന എല്ലാവരും വിചാരിച്ച്. ബട്ട് ദി വെസ്റ്റ് ഇൻഡീസ് ടീം റിമെമ്പറിങ് ദി ഓൾഡൻ ഡേയ്സ് ഒരു ഭയങ്കര ഫൈറ്റ് ബാക്കാണ് നടത്തിയത്. അതിൽ ഷായ് ഹോപ്പ് ഒരു 140 റൺസിൻ്റെ ക്യാപ്റ്റനാണ്, 140 റൺസ് ഉണ്ടാക്കി. ആൻഡ് അനദർ ബാറ്റ്സ്മാൻ ജസ്റ്റിൻ ഗ്രീവ്സ്, അദ്ദേഹം ഒരു ഡബിൾ സെഞ്ചുറി അടിച്ചിട്ട് 202 ആൻഡ് നോട്ട് ഔട്ട്. ഡൗൺ ദി ഓർഡറിൽ വന്നിട്ട് കെമർ റോച്ച്, അവരുടെ ബൗളറാണ് ആക്ച്വലി, ഹി ഓൾസോ മെയ്ഡ് 58 റൺസ്. അങ്ങനെ ഇവരൊരു 457 for 6 എന്ന നിലയിൽ കളി അവസാനിപ്പിച്ചുകൊണ്ട് ഓൾ ഔട്ട് ആവാതെ മാച്ച് ഡ്രോ ചെയ്തിരിക്കുകയാണ്. ആൻഡ് സച്ച് എ ഡ്രോ ഈസ് നോട്ട് ലെസർ ദാൻ എ വിൻ. ഓക്കെ, അപ്പോൾ വെസ്റ്റ് ഇൻഡീസ് ഓൾ ദി കൺഗ്രാജുലേഷൻസ്. വി ഓൾ ലൈക്ക് യുവർ ഓൾഡ് ഫോം ഷുഡ് റിട്ടേൺ. West Indies have all the potential to be at the glorious days again. Australia Ashes series they are going to win tomorrow, I think, and West Indies New Zealand match is drawn. Wonderful this thing.
അപ്പോൾ അതൊക്കെയാണ് വിദേശത്ത് നടക്കുന്ന ക്രിക്കറ്റിൻ്റെ ഒരു അവലോകനം. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ മൂന്നാം ODI മാച്ചിലേക്ക് തിരിച്ചു വരാം. വിശാഖപട്ടണത്ത് നടക്കുന്ന ഇന്ത്യ ടോസ് ജയിച്ചു. കഴിഞ്ഞ 20 മാച്ചിൽ ജയിക്കാതെ പോയിരുന്ന ടോസ് ജയിച്ചു. അതാണെങ്കിൽ ഒരുപാട് ഡ്രാമാറ്റിക് ആയിരുന്നു സംഭവങ്ങളെല്ലാം. ഒന്നാമത് KL രാഹുൽ, അവർ ക്യാപ്റ്റൻ, ഇടത് കൈ കൊണ്ടാണ് ടോസ് ഇട്ടത്. വലത് കൈ കൊണ്ട് ഇട്ടിട്ട് കിട്ടുന്നില്ല, ഇടത് കൈ കൊണ്ട് ടോസ് ഇട്ടു. ആൻഡ് he won the toss. And very aptly he opted for bowling first. അങ്ങനെ നമ്മൾ ടോസ് ജയിച്ചിട്ട് നമ്മുടെ ഇഷ്ടം പോലെ സൗത്ത് ആഫ്രിക്കയെ ബാറ്റിങ്ങിന് വേണ്ടി പറഞ്ഞു വിട്ടു. ഫൈൻ, നല്ലൊരു സൂപ്പർ സ്റ്റാർട്ടായിരുന്നു ഇന്ത്യക്ക് കിട്ടിയത്. 1 റൺ 1 വിക്കറ്റ് എന്നുള്ള രീതിയിൽ. അതായത് അർഷദീപ് ആ ഫസ്റ്റ് ഓവർ തന്നെ വിക്കറ്റ് എടുത്ത് കളിയിലൊരു തീരുമാനം അപ്പോഴേ ഉണ്ടാക്കി. ആൻഡ് ഇറ്റ് വാസ് എ ഫൈൻ പെർഫോമൻസ് ഫ്രം അർഷദീപ്. പക്ഷെ എന്നാലും അവർ പിടിച്ചു നിന്നു, അവർ നന്നായിട്ട് കളിച്ചു. അവർ ഫുൾ ഓവർ കളിക്കാൻ പറ്റിയില്ല. 47.5 ഓവേഴ്സിൽ, അതായത് 48ാമത്തെ ഓവറിൽ 270 റൺസ് എടുത്തിട്ട് ഓൾ ഔട്ടായി. അവരുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ ക്വിൻ്റൻ ഡി കോക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം റിട്ടയർമെൻറ്റൊക്കെ പോയ പ്ലെയറാണ്, തിരിച്ചു വന്ന പ്ലെയറാണ്. ഹി മെയ്ഡ് 106, 6 സിക്സൊക്കെ അടിച്ചിട്ട് നല്ലൊരു ഇന്നിങ് ആയിരുന്നു അത്. ഓക്കെ, പിന്നെ ദർ ക്യാപ്റ്റൻ ടെമ്പ ബാവുമ വന്നിട്ട് ഒരു 48 റൺസ് എടുത്തു. ബാവുമ ഔട്ടായതോടുകൂടി ഒരു ചെറിയ താളം തെറ്റിൽ വന്നു. പിന്നെ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. 19-20 ലൈക്ക് ആ സ്കോറിൽ ഔട്ടായിക്കൊണ്ടിരുന്നു. അതിനകത്ത് ബോളേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പറയേണ്ട ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അർഷദീപ്. ഇറ്റ് വാസ് ഔട്ട്സ്റ്റാൻഡിങ് ഫിഗേഴ്സ് ഫോർ ഹിം. ഓക്കെ, ബട്ട് 1 for 36 റൺസിന് ഒരു വിക്കറ്റ് എടുത്തു. പ്രസിദ്ധ് കൃഷ്ണ ആദ്യത്തെ 2 ഓവർ കഴിഞ്ഞപ്പോൾ ഇവൻ എന്തിനാണ് ഈ ടീമിലെടുത്തതെന്ന് എനിക്ക് പോലും തോന്നി. കാരണം 2 ഓവറിൽ 28 റൺസ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവരൊരു 400 റൺ എടുക്കുമല്ലോ. പക്ഷേ പവർ പ്ലേക്ക് ശേഷം പുള്ളി ഒരു തിരിച്ചറിവ് നടത്തി. അപ്പോൾ ഇദ്ദേഹത്തെ ചില ബൗളേഴ്സിൻ്റെ പ്രത്യേകത ഉണ്ട്. പവർ പ്ലേയേഴ്സിൽ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ഫീൽഡേഴ്സ് കുറവായിരിക്കുമല്ലോ. സം ബൗളേഴ്സ് ദേ നീഡ് സപ്പോർട്ട് catching options from mid off, long off like. അപ്പോൾ അവിടെ ഒന്നും ആളില്ലെങ്കിൽ ഇവരുടെ ബോളിംഗ് പത്തറ്റിക് ആവും. പക്ഷേ വൺസ് ദി പവർ പ്ലേ ഈസ് ഓവർ, വെൻ ഹി വാസ് റിട്ടേൺ ഫോർ ബോളിംഗ്, ഒരു മാർവലസ് ബോളിംഗാണ് നടത്തിയത്. ഒരു വിക്കറ്റിൽ 2 വിക്കറ്റ് വീഴ്ത്തി. അത് കഴിഞ്ഞ് അഗൈൻ സബ്സിക്വൻ്റ്ലി ഹി ടുക്ക് 2 more വിക്കറ്റ്സ്. അദ്ദേഹത്തിൻ്റെ ഫിഗർ 4 for 66. അപ്പോൾ അയാളാണ് മാച്ചിലേക്ക് തിരിച്ച് ഇന്ത്യയെ കൊണ്ടുവന്നത്. തിരിച്ച് കൊണ്ടുവന്ന് പറഞ്ഞാൽ ഒരു സ്ട്രഗിളില്ലാതെ ഈസി ആയിട്ട് ജയിക്കാനുള്ളൊരു വകുപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഓഫ് കോഴ്സ് കുൽദീപ് ഫാന്റാസ്റ്റിക് ബോളിംഗ് ആയിരുന്നു. ഹി ഓൾസോ ടുക്ക് 4 വിക്കറ്റ്സ് ഫോർ 41 റൺസ്. നല്ല അടിപൊളി ഇമ്പോർട്ടൻറ്റ് വിക്കറ്റ്സൊക്കെ എടുത്ത് നല്ല സ്പിന്നിങ് ഇതായിരുന്നു. ഒരു ക്ലൂലെസ് സ്പിന്നിങ് ആയിരുന്നു. സൂപ്പർ ബോളിംഗ് എന്ന് പറയാൻ പറയും. ജഡേജ, ദി ബർത്ത്ഡേ ബോയ് ടുഡേ, രവീന്ദ്ര ജഡേജ, he also took 1 wicket. Okay, in fact the second wicket, that is Bauma's wicket, Jadeja took his wicket. അതാണ് ഒരു ടേണിംഗ് പോയിൻ്റ് ആയിട്ട് വന്നത്. ഓക്കെ, ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് batsman, and we got him out for 48 runs. അപ്പോൾ അതായിരുന്നു അവരുടെ ഒരു 270 റൺസിൻ്റെ കഥ. പിന്നെ മറുപടി ബാറ്റിങ്ങിന് വന്നു. രോഹിത് ആൻഡ് ജയ്സ്വാൾ ബാറ്റ് ചെയ്യാൻ വേണ്ടി വന്നു.
അപ്പോൾ ഇവർ പറഞ്ഞു 271 റൺസ് മതി, 300 ബോളിൽ നിന്ന് 271 റണ്ണ് മതി. അപ്പോൾ അതൊരു പതിയെ പിടിക്കാമെന്നുള്ള രീതിയിൽ മെല്ലെയാണ് അവർ ബാറ്റ് ചെയ്തത്. വളരെ സ്ലോ ആയിട്ട് തുടങ്ങി, പിന്നെ മെല്ലെ റിതം കണ്ടെത്തി. രോഹിത് ശർമ്മ ഒരു 75 റൺസ് എടുത്ത്, 73 ബോൾസിൽ 75 റൺസ് എടുത്ത് ഔട്ടായി. ഔട്ടാവേണ്ട കാര്യമില്ലായിരുന്നു ആക്ച്വലി നോക്കുകയാണെങ്കിൽ. മഹാരാജിൻ്റെ ഒരു ബോളിൽ, മഹാരാജ് സ്പിന്നറാണ്, അയാളൊരു ബോളിൽ ഹുക്ക് ചെയ്ത് ഔട്ടായി. എനിവേ, പക്ഷേ ബിഫോർ ഗെറ്റിംഗ് ഔട്ട് ഹി ഹിറ്റ് ത്രീ ഹ്യൂജ് സിക്സസ്. 3 സിക്സാണ് അടിച്ചത്, 7 4 അടിച്ചു. ഓക്കെ, പിന്നെ ദി അതർ ഓപ്പണർ യശസ്വി ജയ്സ്വാൾ, അവന് ക്ലിയർ കട്ട് ഇൻസ്ട്രക്ഷൻ രോഹിത് ശർമ്മയും കൊടുത്തിരുന്നു. വളരെ സ്ലോ ആയിട്ട് കളിച്ചാൽ മതി, ധൃതിയില്ല, സ്മോൾ ടാർഗറ്റാണ്, 300 എബോവ് ടാർഗറ്റാണെങ്കിൽ മാത്രമേ നമുക്കൊരു ടെൻഷനുള്ളൂ. ഓക്കെ, അപ്പോൾ ജയ്സ്വാൾ വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് പോയി. ഹി മെയ്ഡ് ഹിസ് മെയ്ഡൻ സെഞ്ച്വറി. 116 റൺസാണ് പയ്യനെടുത്തത്. ഇടങ്കയ്യൻ സ്റ്റൈലിഷ് ബാറ്റ്സ്മാൻ യശസ്വി ജയ്സ്വാൾ 12 4 അടിച്ചു, 2 6 അടിച്ചു. നല്ലൊരു ചാൻസ്ലെസ് ഇന്നിംഗ് ആയിരുന്നു, സൂപ്പർ ഇന്നിംഗ്, വണ്ടർഫുൾ ബാറ്റിംഗ്. ഈ സൗത്ത് ആഫ്രിക്കയെ നമ്മളുണ്ടല്ലോ എന്തെങ്കിലും പറഞ്ഞു പോകും ഞാൻ. കുറച്ചും കൂടെ ഒരു സ്കോർ ഉണ്ടെങ്കിലല്ലേ കോഹ്ലിക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 270 റൺ എടുത്തിട്ട് നിങ്ങൾ കോഹ്ലിയൊക്കെ വരെ സെക്കൻഡ് റൗണ്ടൊക്കെ വരുമ്പോഴേക്കിന് എന്താ ചെയ്യുന്നത്? അതായത് 1 ഡൗൺ ആയിട്ട് രോഹിത് ശർമ്മ ഔട്ടായതിനു ശേഷം കോഹ്ലി വന്നു. കോഹ്ലിക്ക് മനസ്സിലായി കളിക്കാൻ അധികം റണ്ണില്ല, ഉള്ള സമയത്ത് നന്നായിട്ട് അടിക്കാമെന്ന് വിചാരിച്ച് ഒരു ക്വിക്ക് ഫയർ 65 റൺസ്, 3 6 6 4 അടിച്ചിട്ട് ഒരു 45 ബോളിൽ ഒരു 65 റൺസ് എടുത്തിട്ട് അദ്ദേഹം ഇവിടുന്ന് വിട വാങ്ങാനുള്ള തയ്യാറെടുപ്പ് നടത്തുക. അതായത് വിരാട് കോഹ്ലിയുടെ പറഞ്ഞ 2 സെഞ്ച്വറി, ഒരു ഹാഫ് സെഞ്ച്വറി 3 മാച്ചിൽ. പിന്നെ എന്താ വേണ്ടത്? ഹീ ഈസ് ഇൻ ദി പീക്ക് ഫോം ഓഫ് ഹിസ് കരിയർ ഐ തിങ്ക്, ആൻഡ് വണ്ടർഫുള്ളി വെൽ എക്സിക്യൂട്ടഡ് റൺസ്. അങ്ങനെ ഇന്ത്യ 9 വിക്കറ്റിന് ഈ മാച്ച് ജയിച്ചിരിക്കുകയാണ്. ഓക്കെ, ഓൺലി രോഹിത്തിൻ്റെ വിക്കറ്റ് മാത്രമായിരുന്നു, അതും ഒരു വേണ്ടായിരുന്നെന്ന് തോന്നി എനിക്ക്. പക്ഷേ രോഹിത്ത് ഔട്ടായില്ലെങ്കിൽ കോഹ്ലിയുടെ ഈ ബാറ്റിംഗ് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല, അങ്ങനെയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ പ്ലെയർ ഓഫ് ദി മാച്ച് എന്ന് പറഞ്ഞാൽ നോ ഡൗട്ട് യശസ്വി ജയ്സ്വാൾ. ഓഫ് കോഴ്സ് ദെയർ വെർ അതർ കാൻഡിഡേറ്റ്സ്, ബട്ട് 100 ഈസ് 100. സെഞ്ച്വറി എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. പ്രസിദ്ധ് കൃഷ്ണ 4 വിക്കറ്റ് എടുത്തു, കുൽദീപ് 4 വിക്കറ്റ് എടുത്തു. വണ്ടർഫുൾ പെർഫോമൻസസ്, സൂപ്പർ പെർഫോമൻസസ്. ഇന്ത്യ ഓവറോൾ ഇന്ത്യ മേഡ് എ ഹ്യൂജ് ഇമ്പാക്റ്റ് ആൻഡ് വൺ ദി ODI series by 2-1, 2 wins against 1 loss. ഓക്കെ, ഇനിയിപ്പോൾ 9-ാം തീയതി മുതൽ 9-ാം തീയതി 8-ാം തീയതിയോ നോക്കണം, T20 മാച്ചസ് തുടങ്ങുകയാണ്. 5 മാച്ചുകൾ കാണും. അതിനകത്ത് എൻ്റെ ടീം മാറി വരും. സൂര്യകുമാർ യാദവ് ആയിരിക്കും ക്യാപ്റ്റൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓളങ്ങളിലേക്ക് തിരിച്ചു പോകാം. ഓക്കെ, അടുത്ത ആ സീരീസിന് വേണ്ടി നമുക്ക് കാതോർത്തിരിക്കാം, തുറന്നിരിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആസ് യൂഷ്വൽ, വെരി ഹാപ്പി ടുഡേ ഫോർ ദി ഇന്ത്യൻ സീരീസ് വിൻ. Okay, bye-bye.